നമ്മുടെ നമ്പർ 1 പ്രാങ്ക് ചാനലിന് വേണ്ടി നമുക്കൊരാളെ പ്രാങ്ക് ചെയ്താലോ? ഓക്കെ, നമ്മൾ ആരെ പ്രാങ്ക് ചെയ്യാനാ? 28 കൊല്ലം കൊണ്ട് പ്രാങ്ക് ഷോ ചെയ്യുന്ന നമ്മുടെ പ്രിയ സുഹൃത്തും ഇന്നേ വരെ ആരും പ്രാങ്ക് ചെയ്യാത്ത നമ്മുടെ ഫ്രാൻസിസ് ചേട്ടനെ അനന്ത ചേച്ചിയും പ്രാങ്ക് ചെയ്താലോ? തീർച്ചയായിട്ടും കൊടുക്കും. കാരണം അവരെ ഈ ലോകം മൊത്തം എല്ലാവരും പ്രാങ്ക് ചെയ്തല്ലോ. അപ്പം നമ്മൾ അവരെ ഒന്ന് പ്രാങ്ക് ചെയ്തല്ലോ. അതുപോലെ തന്നെ ഇന്നേ വരെ അവരെ ആരും ആദരിച്ച് കണ്ടിട്ടില്ല. നമുക്ക് അവരെ ആദരിച്ചാലോ? തീർച്ചയായും നമുക്ക് അവരുടെ ആദരവും ഒരു പ്രാങ്കും നമുക്ക് ഇപ്പൊ തന്നെ അവർക്ക് കൊടുക്കാം. ഓക്കെ. Number 1 prank show. എന്തോ പ്രാങ്ക് ഇവിടെ പൊന്നമ്മളെ കണ്ട് പിള്ളേരെ ഓട്ടക്കാരെ കണ്ട് കളിപ്പിച്ചു. ഈ പരിപാടി ഇവിടെ നടക്കുന്നില്ല. ഇതെന്തോ പരിപാടി കേട്ടോ? അല്ല, ഈ പരിപാടി നടക്കത്തില്ല. ഇതെന്തോ പ്രാങ്കിലോട്ട് എന്ന് പറയുന്നത് നിങ്ങൾ ആവശ്യമില്ലാത്ത പണിയായി കാണിക്കുന്നത്. ആ പരിപാടി നടക്കത്തില്ല. നിങ്ങൾ ഇവിടെ പാവം പിടിച്ചിരിക്കുന്നു. ഈ ആ ചെറുക്കൻ ഇവിടെ എന്തുവാ വണ്ടി വഴിയാ വന്നത്. അങ്ങനെ പണി ആയിക്കോട്ടെ, പക്ഷെ നമ്മുടെ നാട്ടുകാർ നടക്കത്തില്ല. നിങ്ങൾ പോലീസിനെ വിളിക്കും. അനീഷ രാജേഷ് ഞങ്ങൾ വലിയ കയറി വന്നല്ലേ പറഞ്ഞു മനസ്സിലായല്ലോ. മര്യാദ നിങ്ങൾ പോലീസിനെ വിളി. നിങ്ങൾ എന്തെങ്കിലും മുമ്പ് പറഞ്ഞില്ല. പോലീസിനെ വിളി. എന്റെ ഫോണിൽ നിന്റെ ഫോൺ എടുത്ത് ഇങ്ങനെയൊക്കെ വിളിച്ചോണ്ട് നടക്കുന്ന പരിപാടിക്കല്ല ഫോൺ ഉപയോഗിക്കുന്നത് കേട്ടോ. ഓട്ടോ ഓടിയാൽ കേട്ടോ. ഫോൺ വിളിച്ച് കണ്ടോ ഫോട്ടോ എടുക്കണം. നിന്റെ ഫോൺ വിളിക്കാനും പറ്റത്തില്ല. നിന്റെ ഫോൺ നിന്റെ വണ്ടി ഓരോരോ പരിപാടികൾ എന്നോട് പ്രാങ്ക് ചെയ്താണ്. ഞാൻ നേരത്തെ ശ്രദ്ധിച്ചിട്ടുണ്ട്. മനസ്സിലായോ? അല്ല, അയാൾക്ക് സംസാരിക്കാനായിട്ട് നേരത്തെ ഞങ്ങൾ അവിടെ എന്തുമാത്രം സമയം റോഡില് ഈ മുക്കട റോഡിൽ ഞങ്ങൾ എന്തുമാത്രം മര്യാദയുടെ കാണില്ല. ഇയാൾക്ക് എന്തെങ്കിലും പറയുന്നുണ്ടായിരുന്നു. ഇവിടെ നടക്കില്ല. ഞാൻ സാറിന് നിങ്ങൾ തന്നെ എന്തുകൊണ്ട് പ്രതികരിച്ചില്ല? എന്തുകൊണ്ട് അങ്ങനെ പ്രതികരിച്ചില്ല? അതെല്ലാം ചോദിക്കുള്ളൂ.
അതിട്ട ഒരു വ്യക്തിക്ക് ഒരു പ്രശ്നമില്ല. ഞങ്ങൾ പറഞ്ഞിട്ടാണ് ഞങ്ങൾ വന്നത്. ഞങ്ങൾ സ്വന്തം ഇഷ്ടപ്പെടാൻ ഞങ്ങൾക്ക് ഇയാളെ അറിയാമോ? ഞങ്ങൾക്ക് അറിയില്ല കൊച്ചേ. ഞങ്ങൾ ഒരാൾ വിളിച്ചിട്ടാണ് ഞങ്ങൾ ഇവിടെ വന്നത്. പറഞ്ഞു ഞങ്ങൾക്ക് ആരും മനഃപൂർവ്വം ദ്രോഹിക്കണം ഞങ്ങൾ ഇന്ന് ചിന്തിച്ചിട്ട് പറഞ്ഞേ. ഒരാൾ വിളിക്കുന്നിടത്തന്നെ ഞങ്ങൾ വരും. നിങ്ങൾ കാണിച്ചത് അങ്ങനെ തെറ്റാണ്. പാവപ്പെട്ടവന്റെ ഫോൺ തല്ലി പൊട്ടിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നു ചോദിക്കുന്നത്. മാന്യമായിട്ട് സംസാരിക്കണം. ഇവ ഫോൺ എടുത്തോണ്ട് വന്നപ്പോ എറിഞ്ഞപ്പോ എനിക്ക് ഇതായി. ഫോൺ എടുത്ത് രാവിലെ മുതൽ കഷ്ടപ്പെട്ടിട്ട് സത്യം പറഞ്ഞാൽ അയാളെങ്ങനെ അടിച്ചേനെ അയാളെ സത്യം ഇങ്ങനെ അടിച്ചേനെ ഈ മനുഷ്യനെ. ഓക്സിജൻ സ്പോൺസർ ചെയ്യുന്ന ഫോൺ സമ്മാനമായി ഞാൻ ഇയാളെ അടിച്ചേനെ സത്യമായിട്ട് ദൈവത്തിനോട് അടിച്ചേനെ. കാരണം എന്ന് പറഞ്ഞാൽ എനിക്ക് ഒരു കൺട്രോളില്ലാണ്ടായി അവന്റെ ഫോൺ അടിച്ചപ്പോഴത്തേക്ക് ഇതാണ് നമ്പർ 1 പ്രാങ്ക്. കേട്ടാ ഒരു ഫീല് വരാനുള്ള കാരണം എന്താ പറയാം, നമ്മള് ഇതെന്റെ ഫോണല്ല, 2 സ്പ്ലിറ്റ് ആയിരിക്കും. നമുക്ക് അപ്പൊ ഒരു കാര്യം ഇതിനിട് ബിഗ് പ്രാങ്ക്സിന് പണി കൊടുത്ത നമ്പർ 1 പ്രാങ്ക്. കേട്ടാ നാട്ടുകാർ ഇൻസ്റ്റയിലുണ്ടോ? ആ ഇൻസ്റ്റയിലുണ്ട്. ഇത്രയും റിസ്ക് എടുത്ത് നമ്മൾ ചെയ്തിട്ട് നിങ്ങൾ എല്ലാവരും സത്യം പറഞ്ഞാൽ നിങ്ങൾ നാട്ടുകാർ ചെയ്യണമെന്ന് നമുക്ക് ഇടാൻ പറ്റൂല. ഞാനോട് ഇവൻ പറഞ്ഞ ടെൻഷൻ മറ്റുള്ളവരെ നമ്മൾ പണി കൊടുക്കുന്നത്. പൊന്നമ്മയുടെ പണി കൊടുത്തപ്പോ അച്ചായി 1000 രൂപ അച്ചായി CC അടയ്ക്കാൻ പണിയാ കൊടുത്തത്. പുള്ളി ആൾക്കൂട്ടത്തിന് മേടിച്ചോ പൈസ 1000 രൂപ പോയെന്ന്. അതൊരു വിഷയമുള്ള അവന്റെ കള്ളക്കരച്ചില് നമ്മളിപ്പോൾ പ്രാങ്ക് ചെയ്തിരിക്കുന്നത് നമ്മുടെ ഫ്രാൻസ് ചേട്ടനും അതുപോലെ അനിത ചേച്ചിയുമാണ്. ഇവർ രണ്ടുപേരും നമുക്കറിയാം നിരവധി ടെലിവിഷൻ പ്രോഗ്രാമായ തരയിട, ഗുലുമാൽ, ഓമൈഗോഡിലൊക്കെ നിരവധി ആളുകളെ പ്രാങ്ക് ചെയ്ത് ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചും ഇരുന്ന ആളുകളാണ്. പക്ഷെ ഇവർ നമ്മുടെ നാട്ടിലും വന്ന് ഈ കോട്ടയം ജില്ലയിലെ ഈ മണിമലയിലും 2-3 വീഡിയോകൾ പ്രാങ്ക് വീഡിയോ ചെയ്തിരുന്നു. അപ്പോഴേ ഞങ്ങൾ ആലോചിച്ച് തിരിച്ചൊരു പ്രാങ്ക് എന്തായാലും കൊടുക്കണമെന്ന് ഞങ്ങൾ പല ദിവസമായിട്ട് ഇങ്ങനെ ആലോചിക്കുന്നതാണ്. ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ഈ ഒരു പ്രാങ്ക് ചെയ്യാൻ മുൻകൈ എടുത്തത് നമ്മുടെ ഹരിചേട്ടനാണ്. ഹരിചേട്ടൻ ഒരാഴ്ചക്ക് മുമ്പേ എന്നെ വിളിച്ച് ഈ കാര്യങ്ങളെല്ലാം എന്നോട് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അതിനൊപ്പം ധനേഷനുണ്ട്. അതുപോലെ ഇവരെല്ലാവരും ഇന്നത്തെ ഈ പ്രാങ്കിൽ ഇവരെല്ലാം സഹകരിക്കുകയും ചെയ്തു. ഇന്ന് നമ്മുടെ അനീഷേട്ടന്റെ വർക്ക്ഷോപ്പിൽ ഈ ഒരു വീഡിയോ ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മൾ ഇവിടെ ഇവരെ തിരിച്ചൊരു പ്രാങ്ക് ചെയ്തു. എന്തായാലും ആ പ്രാങ്ക് വളരെ മനോഹരമായി വിജയിക്കുകയും ചെയ്തു. അതിലപ്പുറം നമുക്ക് ഇവർക്ക് നമ്മളോട് എന്താണ് പറയാനുള്ളത് കൂടെ കേൾക്കാം. കണ്ണൂർ പ്രേക്ഷകരോട് എനിക്ക് പറയാനുള്ളത്, ഞാനിപ്പോ എല്ലാം കൂടി ഒരു 20-23 വർഷത്തോളം 27 വർഷത്തിനോളം നമ്മൾ ഈ പ്രാങ്ക് ഷോ മുന്നോട്ട് കൊണ്ടുപോയിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഇന്ന് എല്ലാ നാട്ടുകാരും ഈ നിൽക്കുന്ന എല്ലാ ചെറുപ്പക്കാരും ഞങ്ങൾ ഇതിനു മുമ്പ് നേരത്തെ അവിടെ വെച്ച് ഞങ്ങൾക്ക് ഈ സപ്പോർട്ട് ചെയ്തതാണ്. ഇന്ന് ഈ പ്രാങ്ക് ഇവിടെ ചെയ്യാൻ വേണ്ടി സപ്പോർട്ട് ചെയ്തതാണ്. അപ്പോൾ നമ്മൾ ഇതെല്ലാം കഴിഞ്ഞ് വൈൻഡപ്പ് ചെയ്തിട്ട് തിരിച്ച് ഇവിടെ വന്നപ്പോൾ ഞാൻ പാക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഇവരെല്ലാം അങ്ങനെ കയറി ചൂടായി. എൻ്റെ നാട്ടിൽ വന്ന് ഇതെങ്ങനെ ചെയ്യാൻ പറ്റുമോ, അങ്ങനെ ചെയ്യാൻ ഞങ്ങൾക്ക് ആര് പെർമിഷൻ തന്നു, പാവപ്പെട്ട ഹിന്ദിക്കാരെ എന്തൊക്കെ പറഞ്ഞു അവനെ അറിഞ്ഞത്.
അപ്പൊ എന്ത് ചെയ്യണമെന്ന്, ഈ സമ്മാനം തിരിച്ചു കൊടുക്കണോ അതാ ഞാൻ കൊണ്ടുപോകണോ എന്ന് വരെ ചിന്തിച്ചു വരും. പക്ഷെ ഇവരെല്ലാം ഒരു പരിധി വരെ ഞാൻ പറയാം, ഞങ്ങളെക്കാളും ഒക്കെ പെർഫോം ചെയ്യാൻ പറ്റിയ ആൾക്കാരാണ് ഇവരെല്ലാം. പക്ഷെ ഞങ്ങള് കഷ്ടപ്പെട്ടാണ് ഇവിടം വരെ എത്തിയത്. അപ്പൊ ഇന്നത്തെ ആണെങ്കിൽ ശരിക്കും പറഞ്ഞ റിസ്ക്, എല്ലാ എപ്പിസോഡും റിസ്ക് എടുത്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. പ്രേക്ഷകരെ ചിരിപ്പിക്കുന്നു, പിന്നെ അല്ലെങ്കിൽ അവർക്കൊരു സന്ദേശം കൊടുക്കുന്നു, അല്ലെങ്കിൽ അവരെ വിഷമിപ്പിക്കുന്നു, എല്ലാം കരയിപ്പിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ അടിയും വാങ്ങിച്ചിട്ടുണ്ട്, ഞങ്ങൾ കരഞ്ഞു. ഇതെന്ന് പറഞ്ഞാൽ ഇത് ഞങ്ങളുടെ കൂടെ എല്ലാത്തിനും കൂടെ നിൽക്കുന്ന ഒരാളാണ്. അദ്ദേഹത്തിന്റെ ഫോൺ പൊട്ടിച്ചു വന്ന് എടുത്തെറിയുന്ന കണ്ടപ്പോഴത്തേക്ക് രണ്ടും കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ ഇങ്ങനെ രണ്ടാവട്ടെ ഞങ്ങളുടെ കൂടെ രാവിലെ വന്നപ്പോൾ പോലെ അവിടെ നിൽപ്പുണ്ടായിരുന്നു. ഫുൾ സപ്പോർട്ട് നിൽപ്പുണ്ടായിരുന്നു അവിടെ. എല്ലാവരും എല്ലാവരും ഉണ്ടായിരുന്നു അവിടെ നിൽപ്പുണ്ട്. എല്ലാവരും ഞങ്ങൾക്ക് സപ്പോർട്ട് ചെയ്തിട്ട് പെട്ടെന്ന് ഷൂട്ട് കഴിഞ്ഞ് ഞാൻ പറഞ്ഞു സാറേ നമുക്ക് പെട്ടെന്ന് പോകാം, കാരണം അടുത്ത ഷൂട്ടിന് വേണ്ടിട്ട് പോകാനുള്ള ധൃതിയിൽ ഞങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഇവിടെ ഈ വിഷയം ഉണ്ട്. എനിക്കത് ഇപ്പോഴും എന്റെ ദേഹം പെരുത്തു കയറുന്നു വെച്ചാൽ ഷോക്കിൽ ഞാൻ ഇതുവരെ മാറിയില്ല. സത്യം മാറി എനിക്ക് നല്ല വിഷമമുണ്ട്, കാരണം അവന്റെ ഫോൺ തല്ലി പൊട്ടിച്ച് പെട്ടെന്ന് നിങ്ങൾ നാട്ടുകാർ പറഞ്ഞ് ഞങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റില്ല, കാരണം ഞങ്ങൾ കടം മേടിച്ചു. സപ്പോർട്ട് ആരാണ് പ്രാങ്ക് ചെയ്യുന്നത്, ഇവരെ ഞങ്ങള് എവിടെ പോയാലും രണ്ടുപേരും സപ്പോർട്ട് ചെയ്ത് ഞങ്ങൾ ഇവിടെ വിളിച്ചിട്ടാണ് വന്നത്. അപ്പൊ ആ പാവം പുള്ളിക്ക് ടെലികാസ്റ്റ് ചെയ്യണോ വേണോ വേണ്ടേന്ന് പുള്ളിക്ക് രണ്ടും പറയാൻ പറ്റില്ല. എല്ലാം കൂടെ ഈ പുള്ളിക്കാരനാണെങ്കിൽ വീണ്ടും ഫോൺ എടുത്തിട്ട് ഇവിടെ ചെയ്യാൻ പറ്റില്ല എന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ മേടിച്ചു തീർന്നു, എല്ലാം തീർന്നു. എന്തായാലും ഇതിൽ അഭിനയിച്ചവർക്കൊക്കെ എന്റെ ഒരു ഫസ്റ്റ് ഒന്നാമതായിട്ട് തരണം നിനക്കാണ് സമ്മതിച്ചിരിക്കുന്നു. ഓക്കെ ഓക്കെ. അഹങ്കാരം ഉണ്ടായിരുന്നു കേട്ടോ, അഹങ്കാരം ഉണ്ടായിരുന്നു. പിന്നെ എനിക്ക് പറയാനുള്ളത്, കൂട്ടുമുക്കില് പോത്തിന്റെ ഒരു വീഡിയോ ചെയ്തപ്പോ എന്നോട് വെല്ലുവിളിച്ചാണ്. അന്ന് തുടങ്ങിയതാണ് എന്റെ മനസ്സിൽ ഇവരെ പ്രാങ്ക് ചെയ്തേ ഞാൻ മാറുന്നു. അത് ചെയ്തു കഴിഞ്ഞു. ബിഗ് പ്രാങ്ക്സിനെ സപ്പോർട്ട് ചെയ്തതുപോലെ ഞങ്ങളുടെ നമ്പർ 1 പ്രാങ്ക് ഷോയ്ക്കും എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാകണം. അപ്പൊ നമുക്ക് ഈ പ്രാങ്ക് ചെയ്ത ഫ്രാൻസിസ് ചേട്ടനും അതുപോലെ അനുദ ചേച്ചിക്കും നമ്മുടെ വകയായിട്ട് ഒരു ആദരവുണ്ട്. അതിനായിട്ട് ഫ്രാൻസിസ് ചേട്ടന് ആദരവ് നൽകാനായിട്ട് ഈ മെഡിക്കൽ സിറ്റിയുടെ ഡോക്ടറെ സ്നേഹപൂർവ്വം ക്ഷണിച്ചു. ഇതുവരെ അണിയിച്ചിട്ടില്ല. അതുപോലെ തന്നെ നമ്മുടെ അനുദ ചേച്ചിക്ക് പൊന്നാട അടിക്കാൻ ഡോക്ടറെ ക്ഷണിക്കും. ഈ ഫ്രാങ്ക് ഷോയ്ക്ക് പൊന്നാട അണിയിച്ച ഡോക്ടർക്ക് 2 വാക്ക് സംസാരിക്കാനായിട്ട്. എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് സംസാരിക്കാനില്ല. ആക്ച്വലി എനിക്ക് പ്രാങ്ക് വീഡിയോകളോട് വലിയ താല്പര്യം ഇല്ല. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പരിധിക്ക് അപ്പുറം ആൾക്കാരെ വിഷമിപ്പിക്കുന്നത് എനിക്ക് വലിയൊരു ഇഷ്ടമില്ല. പക്ഷെ ചെറിയ തമാശകളൊക്കെ ഇഷ്ടമുള്ള കൂട്ടത്തിലാണ്. ഒത്തിരി വിഷമിപ്പിക്കാത്ത ആൾക്കാരെ ചെറിയ ചെറിയ പ്രാങ്ക് ചെയ്യുന്നതിൽ സപ്പോർട്ട് ചെയ്യുന്നു. ശരി, എല്ലാവർക്കും താങ്ക് യു. നമുക്ക് ഈ ആദരവ് ഇവിടെ സ്പോൺസർ ചെയ്തിരിക്കുന്നത് നമ്മുടെ ജോർജൻ ജോസഫ് ആണ്. അദ്ദേഹത്തിന് ടീമിന്റെ വക നല്ലൊരു കൈ. ഒരുപാട് നന്ദി. സ്നേഹവും ക്ഷണിച്ചോളൂ. ജോർജൻ ജോസഫിന് ഒരുപാട് നന്ദിയുണ്ട്. 11 വർഷം ഞാൻ മീഡിയ വന്നിട്ട് പലതവണ ഒരുപാട് അംഗീകാരങ്ങൾ എന്റെ കൂടെ വർക്ക് ചെയ്യുന്നത് ഞാൻ സപ്പോർട്ടിംഗ് ആർട്ടിസ്റ്റ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഒരുപാട് പ്രാവശ്യം എന്നെ അവഗണിച്ചിട്ടുണ്ട്. എന്നെ കൂടെ നിർത്തിയിട്ട് അല്ല. അപ്പൊ എന്നെ ഒരിടത്തും ഒരു സഭയിലായാലും ഒരിടത്തും എന്നെ അംഗീകരിച്ചിട്ടില്ല ഇന്ന് വരെ. എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടുള്ള ഒരു അംഗീകാരമായിരിക്കും. ഒരുപാട് നന്ദിയുണ്ട്. ഏത് അംഗീകാരവും അർഹതപ്പെട്ടവർക്ക് കൊടുക്കുന്ന ഒരു നാടാണ് നമ്മുടെ ഈ മണിമല. എല്ലാവരും നല്ല രീതിയിൽ കലയും എല്ലാത്തിനെയും സപ്പോർട്ട് ചെയ്യുന്ന ഒരു നല്ലൊരു നാടാണ് ഈ മണിമല. അതുപോലെ ഇപ്പൊ നമ്മുടെ ക്യാമറാമാനായ ധനേഷ് അതിൻ്റെ തൊട്ട് തന്നെ നമ്മളോടൊപ്പം ഉണ്ട്. അതുപോലെ തന്നെ ശാന്തൻ, ഇവരെല്ലാം നമ്മളോടൊപ്പം നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നത്. ജോർജൻ ജോസഫ്, ഈ നിൽക്കുന്നവരെല്ലാവരും നമ്മുടെ കൂടത്തെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളാണ്. യൂട്യൂബ് ചെയ്യാൻ